നിങ്ങളെ ഫങ്ഷനുകളിൽ പോയിട്ട് ചില ആളുകൾ പറയും, രാഷ്ട്രീയം പറയും, ബിസിനസ് മാറ്റർ പറയും, അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്, ആനന്ദമാണ്. പക്ഷെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ രക്ഷിതാവിനെ കുറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. അപ്പൊ പറയും, നിങ്ങൾ സ്നേഹിതന്മാരുടെ ഇടയിൽ പഠിച്ച തമ്പുരാൻ തന്ന ഞമ്മക്ക് തന്ന നിയമത്തുകൾ, അനുഗ്രഹങ്ങൾ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. അപ്പോ നിങ്ങളെ വേറെ കൺസെപ്റ്റിലായിരിക്കും ഇവർ കാണുന്നത്, വേറെ കാഴ്ചപ്പാടിലായിരിക്കും കാണുന്നത്. കാരണം നിങ്ങൾ ബിസിനസ് ബാറ്ററും രാഷ്ട്രീയമൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ നല്ല എനിക്ക് അത്യാവശ്യം നല്ല വിവരമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കി, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷനിലൊക്കെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ നല്ലപോലെ നടന്നിട്ട് ഇന്നൊരു കംപ്ലൈന്റ് ഉണ്ടല്ലോ എന്ന് പറയും. ഇത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അന്ന് ത്വായിഫിന്ന് കല്ലേറ് കൊണ്ടതും ഇത് പറഞ്ഞതിന്റെ പേരല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം പറഞ്ഞു. അന്ന് അറബികൾക്ക് അതിന്റെ അർത്ഥം അറിയായിരുന്നു. ഇന്ന് ഇതിന്റെ മലയാള രൂപത്തിലെ ജനങ്ങളോട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അവര് റസൂലുള്ളാഹിനെ ഭ്രാന്തെന്ന് വിളിച്ച വേറെ രൂപത്തിൽ നമ്മളെയും വിളിക്കപ്പെടും. എന്ത്? ഇന്നലെ നല്ലപോലെ നടന്ന് ഇന്ന് എന്തോ ഒരു കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ടല്ലോ. അതൊരു ഭ്രാന്തന്റെ വേറൊരു രൂപമാണ് അവർ പറയുന്നത്.